ദളിത് പെൺകുട്ടിയുടെ നിലവിളിയും സഹായ അഭ്യർത്ഥനയും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പാരിപ്പള്ളി സ്റ്റേഷനിലെത്തിച്ച പെൺകുട്ടി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തി. സഹോദരൻ മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്ന് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് പെൺകുട്ടി ആറ്റിങ്ങലിലെത്തിയത്. അവിടെ നിന്നും പെൺകുട്ടിയെ തന്ത്രപൂർവ്വം ഓട്ടോയിൽ കയറ്റി പാരിപ്പള്ളിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് യുവാക്കൾ മാറി മാറി മാനഭംഗത്തിനിരയാക്കി. മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത മാനഭംഗ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലെ പീഡനം. പണം വാങ്ങി ഒട്ടേറെ പേർക്ക് പെൺകുട്ടിയെ കാഴ്ചവെച്ചു. ഇതിനിടെയാണ് പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പഴുതു കിട്ടിയത്. ഈ ആറ്റിങ്ങൽ തന്നെ നടന്നൊരു സംഭവം കാണണം. ഇതൊക്കെ ജാതിയും മതവും ഇതിലില്ല. നിങ്ങൾ പറയും ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ വക്താവല്ല, ഒരു ആരുടെയും വക്താവല്ല. പക്ഷെ ഞാൻ പറയും, ഞങ്ങളുടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അച്ഛൻ മരിച്ചുപോയ പെൺകുട്ടി, അമ്മ മാനസിക രോഗിയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസി വന്ന് പറയാണ്, നിൻ്റെ 17 വയസ്സുള്ള ചേട്ടൻ അവിടെ തല കറങ്ങി കിടക്കുകയാണ്, ഒന്ന് വന്ന് കയറി നിറഞ്ഞ് ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട്. ആറ്റിങ്ങലാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന 16 മുസ്ലിം യുവാക്കൾ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. ഒരു 15 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത്. ഞാനിത് പറയും, മതം ഞാൻ എടുത്ത് പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ്റെയൊക്കെ കുടുംബത്തിൽ, അവൻ്റെയൊക്കെ വീടിൻ്റെ ചുറ്റുപാടും അവരുടെ 100 കണക്കിന് പെമ്പിളരുള്ളപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാനായി ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ഇവൻ്റെയൊക്കെ മതവും ഇവൻ്റെയൊക്കെ നിലവാരവും ഇവൻ്റെയൊക്കെ പ്രാർത്ഥനയും ഇതൊക്കെ വെറും വ്യാജമാണെന്ന് ഞങ്ങൾ പറയും. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഈ അമ്മമാരുടെ കണ്ണീര് കണ്ട് മടുത്തു.